പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഇടതുമുന്നണിക്കൊപ്പമെന്ന ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി കളത്തിൽ വിജയൻ. രാജ്യത്തെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന അഴിമതിയും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം തികഞ്ഞ പരാജയമെന്നും കളത്തിൽ വിജയൻ പറഞ്ഞു. അഴിമതി നടത്തുന്നതിലും അവ മൂടിവെക്കുന്നതിലും കോൺഗ്രസും BJPയും സമന്മാരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാചകവാത ഇന്ധനക്ഷാമവും വിലക്കയറ്റവുമെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുടുംബജീവിതത്തിന്റെ ബജറ്റ് താർക്കുന്ന സമീപനങ്ങൾക്കെതിരെ സ്വമേധയായുള്ള ജനവികാരം തിരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും വിലയിരുത്തുമ്പോൾ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവത്തായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഭാരതം ഒരു കാർഷിക രാജ്യമാണെന്ന് നമുക്കറിയാം. 70% കർഷകരാണ്. പക്ഷേ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 20% ഈ മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും കർഷകർ കോടിക്കണക്കിന് കടക്കെണിയിലാണ്, ആയിരക്കണക്കിന് പേർ ആത്മഹത്യയിലാണ്, ആത്മഹത്യാ ഭീഷണിയിലും അകപ്പെട്ട് കഴിയുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായി പൊതുതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, പാചകവാതകത്തിൻ്റെ കാര്യത്തിലായാലും കുടുംബജീവിതത്തിൻ്റെ ബഡ്ജറ്റ് എല്ലാം തന്നെ തകർത്തുകൊണ്ടുള്ള ഭരണമാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ UP സർക്കാരും കേരളത്തിൽ UDF സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള ജനവികാരം സ്വമേധയാ വളർന്നു വരുന്നു. 2013 ഫെബ്രുവരിയിൽ നാം കണ്ടതാണ് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ 48 മണിക്കൂർ പണിമുടക്ക്. കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ INTUC പോലും ആ സമരത്തിൽ പങ്കാളികളാകേണ്ടി വന്ന ചിത്രം നമ്മുടെ കണ്ണുമുമ്പിലുണ്ട്. അപ്പോൾ പൊതുസമൂഹം മൊത്തത്തിൽ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രത്യക്ഷ സമരത്തിലും രംഗത്തുമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്, ഇത്തരം ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടാവരുത്. തികച്ചും തൊഴിലാളിവർഗ, അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടാവണം. അതിനുവേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത് കഴിയൂ. അത്തരത്തിലുള്ളൊരു ശാക്തീകരണത്തിന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് ശക്തി വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ശക്തികളുടെ വിജയത്തിനു വേണ്ടി രംഗത്ത് പ്രവർത്തിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മൂന്നാം മുന്നണിയെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി മൂന്നാം മുന്നണി ചരിത്രത്തിലില്ല എന്നത് സത്യമാണെന്നും ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ബദൽ മുന്നണിയായി രൂപപ്പെടും എന്നുമാണ്. പ്രാദേശിക കക്ഷികളും ഇടതു മതേതര കക്ഷിയും യോജിച്ചുകൊണ്ടുള്ള ബദൽ മുന്നണിക്ക് മാത്രമേ കോൺഗ്രസിനും BJPക്കും എതിരായി നിലനിൽക്കാൻ കഴിയുള്ളൂവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. മുന്നണി ഇപ്പോൾ ഒരു ചിത്രത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളും ഇടതു മതേതര ശക്തികളും കൂടിച്ചേർന്നുള്ള ഒരു സംവിധാനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വേണ്ടിയുണ്ട് ഉരുത്തിരിഞ്ഞു വരും. ആ ഉരുത്തിരിഞ്ഞിരുന്ന മുന്നണിക്ക് മാത്രമേ ഇവിടെ കോൺഗ്രസ് BJPക്ക് ബദലായി നിൽക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ടു വരികയാണ്. ജയലളിതയുമായി CPM അടക്കമുള്ള കക്ഷികൾ ഇടതുപക്ഷ പാർട്ടികൾ സഖ്യമുണ്ടായിരുന്നു. ഞങ്ങളിന്നും സഖ്യത്തിലാണ്. ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം അവിടെ തർക്കം വന്നു. ജയലളിതയായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് മറ്റ് ചില ഇടതുപക്ഷ പാർട്ടികൾ. പക്ഷേ ആത്യന്തികമായി ഇടതുപക്ഷ ശക്തികൾക്കൊരു കുഴപ്പം വന്നിട്ടില്ല. ബദൽ സംവിധാനം തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇന്ത്യയിൽ രൂപപ്പെടുകയുള്ളൂ. ഇടതുപക്ഷ സമരമുറകൾ ഫോർവേഡ് ബ്ലോക്ക് എന്നും പങ്കാളികളാണെന്നും മുന്നണി സമ്പ്രദായത്തിലേക്ക് കടന്നുവന്നത് അടുത്ത നാളുകളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ സമരമുറകൾ ഫോർവേഡ് ബ്ലോക്ക് എന്നും പങ്കാളികളാണെന്നും മുന്നണി ബന്ധത്തിലേക്ക് കടന്നുവന്നത് അടുത്ത നാളുകളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫോർവേഡ് ബ്ലോക്ക് പോലുള്ള ദേശീയ സ്വഭാവമുള്ള പാർട്ടിക്ക് ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും അദ്ദേഹം വിശദീകരിച്ചു.